And actually, I also don't know any doctor's name. I put a little one. Now she is a girl. Okay. And I'm very happy to introduce our guest speaker here. And she is Dr. Tridiya. Dr. Tridiya, consultant pulmonologist. And present he is working as a consultant pulmonologist and at St. Joseph Hospital, Patna. And talking about her, she completed her MBBS in 2015 and now she completed her post-graduation in pulmonology 2 years back. She achieved that graduation, post-graduation, and now she is ready to give awareness to you people. That means 7K means your age, you are having various curiosities and you have to follow certain lifestyle, healthy habits, various doubts may be with you. All that we can clear with this ma'am, and in her busy schedule she accepted our advice and she agreed to come and spend 1 hour with you. So you have to utilize maximum. Your doubts can be asked with her and our thing is very informative for you. I am very happy to welcome our Tridiya ma'am. Thank you ma'am for coming. So for Children's Day ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ടോപ്പിക്സ് നിങ്ങളിപ്പോൾ 7th 8th ക്ലാസ്സിലുള്ള കുട്ടികൾ അപ്പോൾ കുറച്ച് ടോപ്പിക്സ് മെയിൻലി ഹെൽത്തിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറയുന്ന ടോപ്പിക് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. പറഞ്ഞു ആദ്യം പറഞ്ഞു മൈക്ക് വേണോ? പറഞ്ഞു എനർജറ്റിക് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, നിങ്ങൾക്ക് വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പം ഈ അഡോളസൻസിലെ നമ്മുടെ ഫുൾ എനർജി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോഗ്രസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അല്ല അതല്ല പ്രോഗ്രസ് അല്ലാതെ തന്നെ നമുക്ക് തെറ്റായ കാര്യങ്ങളിലേക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ അഡോളസൻസിൽ നമ്മളിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ടീനേജിലുള്ള ആ ഒരു പീരീഡിൽ വളരെ ഒരു റിബല്യസ് ആറ്റിറ്റ്യൂഡ് വരും. അത് നോർമൽ ആയിട്ട് വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം നമ്മൾ പേരൻസ് പറയുന്ന ആണെങ്കിലും ടീച്ചേഴ്സ് പറയുന്ന ആണെങ്കിലും ആ സമയത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, അത് പെർഫെക്റ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ചിലവർക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം നിങ്ങൾ സ്കൂളിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ടുള്ള കുട്ടികളായിരുന്നായിരിക്കും. അതിനുശേഷം പിന്നെ ഈ അഡോളസൻസിൽ വന്നപ്പോഴായിരിക്കും കുറച്ചുകൂടി റിബല്യസ് ആയത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊരു കൺഫ്യൂഷൻ ആവും, എന്താ ഇങ്ങനെ അങ്ങനത്തെ. പക്ഷെ അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ റിബല്യസ് ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അപ്പോൾ മുമ്പ് നമ്മുടെ പേരൻസ് പറയുന്നത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും, ടീച്ചേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഒരു ഒപ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു കൂടുതൽ ടെൻഡൻസി, ഒപ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്
ടീച്ചേഴ്സും നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസും എല്ലാവർക്കും ഈ ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും വരുന്നത്. ആ സമയത്തുണ്ടാവുന്ന ഞാൻ പറഞ്ഞ പോലെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്, ബയോളജിക്കൽ ഡിഫറൻസസ് കൊണ്ടുള്ള ബോഡിയിലെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് കൊണ്ടിട്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങളത് മാക്സിമം ആ ഒരു സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആവാതെ, കാരണം നമുക്ക് ബേസിക് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് എല്ലാവർക്കും ക്ലാസ്സിൽ ഫുള്ള് മേടിക്കുക അല്ലെങ്കിൽ മാർക്സ് കിട്ടുക എന്നുള്ളതല്ല, നമുക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ കാണും അല്ലെ. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും നിങ്ങളുടെ പാഷൻ വെച്ചിട്ട് നിങ്ങൾ ഏത് കോഴ്സ് ഭാവിയിൽ ചെയ്താലും നമുക്കതിനെല്ലാം ഒരു ബേസിക് എഡ്യൂക്കേഷൻ കാണും അല്ലെ. കാരണം നമ്മുടെ മാർക്സ് പിന്നീട് നമ്മൾ ഭാവിയിൽ ഒരു പ്രൊഫഷൻ എടുക്കുമ്പോൾ നമ്മുടെ മാർക്സ് നമ്മളോട് ആരും ചോദിക്കില്ല എങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി, നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് കുറച്ച് അറിവ് വേണം അല്ലെ. നിങ്ങൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും, മാത്സ് ആയാലും ബയോളജി ആയാലും, പ്രത്യേകിച്ച് മാത്സ് ഒക്കെ എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് യൂസ്ഫുൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷൻ എടുക്കുന്നത് വേറെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഇപ്പം പഠിക്കുന്ന തിയറിറ്റിക്കൽ മാത്സ് യൂസ്ഫുൾ ആയിരിക്കില്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ നിങ്ങൾ അതിന് മാത്സിന് ഫുൾ മാർക്സ് മേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മാത്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാതിരിക്കരുത്. കാരണം മാത്സ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെ കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് മാത്സ് പഠിക്കുന്നത്. പിന്നെ ഭാവിയിൽ നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ മാത്സ് ഒക്കെ പഠിച്ചു വരുന്ന സമയത്ത് ഡിമെൻഷ്യ, വയസ്സാവുമ്പോൾ ഡിമെൻഷ്യ, അതായത് ഓർമ്മക്കുറവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ സ്കൂളിൽ മാത്സ് പഠിക്കുമ്പോഴൊന്നും നമുക്കത് അറിയത്തില്ല. കാരണം നമ്മൾ എന്തിനാണ്, ചിലപ്പോൾ നമുക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചില സബ്ജക്റ്റ് പഠിക്കാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഈ ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടാവും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഫിലിംസ് ഒക്കെ, അതായത് നമ്മുടെ ഈ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ അതിന് ഈ ഹാബിറ്റ്സ്, അതായത് ഈ ആൽക്കഹോൾ, സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രഗ്സ്, ഇതൊക്കെ വളരെ ഗ്ലോറിയസ് ആയിട്ട് ചെയ്യുന്ന എന്തോ വലിയ കാര്യമായിട്ടാണ് ഫിലിംസിൽ കാണിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അൺഫോർച്ചുനേറ്റ്ലി ഈ ഫിലിംസിലൊന്നും ഇതിന്റെ ബാഡ് എഫക്ട്സിനെ പറ്റി കാണിക്കുന്നില്ല. അപ്പം നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ സ്വന്തമായിട്ട് അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണിക്കാനോ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും എല്ലാവരും. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഫിലിംസിൽ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ ഈ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഈ ഡ്രഗ്സ്, ഇതിൻ്റെയൊക്കെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടം വരെ എത്താം, രോഗാവസ്ഥയിൽ എവിടം വരെ എത്താം, അല്ലെങ്കിൽ ബ്രെയിനിനെ എങ്ങനെ അഫക്ട് ചെയ്യാം, അവരുടെ ഫുൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഫുൾ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതെന്തുകൊണ്ടോ ഒരു ഫിലിംസിലും അങ്ങനത്തെ ഒരു സൈഡ് കാണിക്കുന്നില്ല. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നതാണ് കൂടുതൽ മൂവീസ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മൂവീസ് കാണണ്ടെന്നൊന്നുമല്ല പറയുന്നത്, നിങ്ങൾ മൂവീസ് കാണണം. പക്ഷേ ഇതിന് വേറൊരു സൈഡുണ്ട്. കാരണം ഹോസ്പിറ്റലിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ ഒരാൾ ഡ്രഗ്സിലോട്ടൊക്കെ പോകുന്നത്, നിങ്ങളുടെ കൺക്ലൂഷൻ എങ്ങനെയായിരിക്കും ഒരാൾ ഡ്രഗ്സ് യൂസ് ചെയ്യാം എന്ന് ഉള്ളൊരു സിറ്റുവേഷൻ വരുന്ന എപ്പോഴായിരിക്കും നിങ്ങൾക്കെല്ലാം ആരെങ്കിലും പറഞ്ഞു ഓക്കെ ഡ്രഗ്സിലേക്ക് പോകുന്നു. ഓക്കെ ശരി. അപ്പോൾ ആ മോൾ പറഞ്ഞ പോലെ ഒരാൾക്ക് തോന്നാണ് ലൈഫ് വേണ്ട എന്ന് തോന്നിക്കും. ഈ ലൈഫ് വേണ്ട എന്ന് തോന്നുന്നത് എപ്പോഴായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖകരമായ അല്ലെങ്കിൽ നമുക്ക് വളരെ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് നടക്കുമ്പോഴേക്കും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ദുഃഖകരമായ കാര്യം എന്താണ്, കുറച്ച് മാർക്സ് കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ നിങ്ങളെ ടീച്ചർ വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ പേരൻസ് നിങ്ങളെ വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്, ഇതൊക്കെയായിരിക്കും കുട്ടികളെ സംബന്ധിച്ച് ഈ വിഷമം വരുന്ന കാര്യം. അപ്പൊ അവിടെ ഈ ലൈഫ് വേണ്ട എന്ന് തോന്നുവാന്ന് പറയുന്നു. അപ്പൊ ഈ എങ്ങനെയായിരിക്കും അപ്പൊ ലൈഫ് വേണ്ടെന്ന് തോന്നുന്നത്? അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ നോർമലി ആയിട്ടുള്ള ഒരാളാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും ദുഃഖം വരും. അപ്പൊ ഈ ദുഃഖം വരുന്ന സമയത്ത് അതിന്റെ സൊല്യൂഷൻ നമ്മൾ ആലോചിക്കുമല്ലോ. ഈ സൊല്യൂഷൻ ആലോചിക്കുന്ന സമയത്ത്, കാരണം 3 തരത്തിലുള്ള പ്രോബ്ലമാണ് ആർക്കും, എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ വരാൻ ചാൻസസ് ഉള്ളൂ. 3 ടൈപ്സ് ഓഫ് പ്രോബ്ലമാണ്. ഇത് ഞാൻ എൻട്രൻസിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. അതായത് ചില പ്രോബ്ലംസ് ഉണ്ട്, അതിന് സൊല്യൂഷൻ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ അത് പ്രാക്ടിക്കൽ അല്ലെങ്കിലും ചില പ്രോബ്ലംസിന് സൊല്യൂഷൻ ഇല്ല, ചില പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ട്, ചില പ്രോബ്ലംസിന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും. ഇനി തേർഡ് ടൈപ്പ് എന്താണ്, ചില പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ അത് ഇപ്പോഴില്ല, ഫ്യൂച്ചറിലേ ഉള്ളൂ സൊല്യൂഷൻ. ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഫാമിലി
ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം സൊല്യൂഷൻ ഇല്ല, ചിലപ്പോൾ നിങ്ങൾ വലുതായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഉള്ള സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഒരു മനുഷ്യന് വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പൊ ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം വന്നപ്പോൾ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ലൈഫ് വേണ്ട എന്ന് വെക്കുക, അല്ലെങ്കിൽ ലൈഫ് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ സൊല്യൂഷൻ ആണോ? അല്ല. കാരണം എന്തായാലും ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഒന്നുമില്ല. പിന്നെ ലൈഫ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല, അല്ലെ? നമ്മുടെ ഈ ലൈഫ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു, നിങ്ങളെല്ലാവരും ഇവിടെ ഇപ്പം ഫ്ലോറിലല്ലേ ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഫ്ലോറിൽ അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതേസമയം എന്തെങ്കിലും ജനറ്റിക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, എന്തെങ്കിലും ഡിസീസ് ഉള്ള കുട്ടികൾ, അവരുടെ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അതായത് ജന്മന എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കൂടാതെ നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുന്നു, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? അതിന് നിങ്ങൾക്ക് ഹെൽത്തിന് ഇഷ്യൂസ് ഇല്ല. അപ്പൊ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും അവിടെ ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പൊ അങ്ങനെ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് അത്രയ്ക്ക് അനുഗ്രഹമുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ലൈഫ് വേണ്ട എന്ന് വെക്കാൻ നോക്കുക. കാരണം ഈ ലൈഫ് കിട്ടിയത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്, അല്ലെ? കാരണം നമുക്ക് ആ ഒരു നമ്മൾക്ക് ഉണ്ടായ ഒരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ ലൈഫ് കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര നല്ലൊരു സ്കൂളിൽ പഠിക്കുന്നു, നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം വളരെ നല്ല ടീച്ചേഴ്സ്. അപ്പൊ അങ്ങനത്തെ ഒരാൾ ഒരിക്കലും ലൈഫ് വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾ ആരും ആലോചിക്കാനേ പാടില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രോബ്ലം കാണും, സൊല്യൂഷൻ ഇനി ഇല്ല ആ പ്രോബ്ലത്തിനെങ്കിൽ അതങ്ങ് വിട്ടുകളയാം. നിങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ നോക്കുക. സൊല്യൂഷൻ ഇല്ലെങ്കിൽ അത് വിടുക. ഇനി സൊല്യൂഷൻ ഉള്ള പ്രോബ്ലം ആണെന്ന് വെച്ചു, ചെറിയ എന്തെങ്കിലും കാര്യം സൊല്യൂഷൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം അതിന്റെ സൊല്യൂഷൻ എന്താണ്? ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിന്റെ ഹെൽപ്പ് വേണം, നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് വേണമായിരിക്കും, കാരണം നിങ്ങൾ ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് വേണമായിരിക്കും. അപ്പൊ പ്രോബ്ലംസ് സൊല്യൂഷൻ ഉള്ളത് അപ്പൊ തന്നെ സോൾവ് ചെയ്യാം. ചിലതിന് ഭാവിയിൽ മാത്രമേ, ഫ്യൂച്ചറിൽ മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. ഫ്യൂച്ചറിൽ മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. ഇനി അത് ഫ്യൂച്ചറിൽ നമ്മുടെ കയ്യിലാണോ? നമുക്ക് നാളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. നമുക്ക് നാളെ ഇവിടെ ഫ്ലഡ് വരുമോ, അല്ലെങ്കിൽ ഇവിടെ എർത്ത് വരുമോ, അങ്ങനെ ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഫ്യൂച്ചറിൽ സൊല്യൂഷൻ ഉള്ള പ്രോബ്ലത്തെ പറ്റി നിങ്ങൾ ഇന്ന് വറി ചെയ്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്ക് പൈലറ്റ് ആവണം. നിങ്ങൾക്ക് എപ്പോഴും പൈലറ്റ് ആവാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ആ കോഴ്സ് എടുത്ത് പഠിച്ച് ട്രെയിനിങ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ഉടനെ നാളെ പൈലറ്റ് ആവണം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആണ് നിങ്ങൾക്കെങ്കിൽ അത് നടക്കില്ല. കാരണം അതിന്റെ ഫ്യൂച്ചറിൽ മാത്രമേ അതിന്റെ സൊല്യൂഷൻ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് ഡ്രഗ് അഡിക്ഷൻ, അപ്പം ഇതിൽ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ്സിലേക്ക് അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് അങ്ങനത്തെ ഒരു ഹാബിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണ്? നിങ്ങൾ തന്നെ ആലോചിച്ചു. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഈ ഹാബിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ കുഞ്ഞു കുട്ടികളാണ്, എന്നിട്ടും നിങ്ങൾക്കറിയാം ഈ ഏതെങ്കിലും ഹാബിറ്റിന് എന്തെങ്കിലും യൂസ് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കും? ഇല്ല. ഇല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയില്ലേ? ഉറപ്പായിട്ടും കിട്ടുന്നില്ല. കാരണം നമ്മുടെ ബ്രെയിന് ഏറ്റവും കൂടുതലാണ് ഈ സാധനങ്ങളെല്ലാം നമ്മളെ അഫക്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ബ്രെയിനിലാണ്. ബ്രെയിൻ മാത്രമല്ല, ഇപ്പൊ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഒക്കെ ആണെങ്കിൽ അത് ഹാർട്ടിനെ എഫക്ട് ചെയ്യും, ലങ്സിനെ എഫക്ട് ചെയ്യും, പിന്നെ നമ്മുടെ ബ്ലഡ് വെസലിനെ എഫക്ട് ചെയ്യും. ആൽക്കഹോൾ നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ എല്ലാവരുടെയും ക്ലിയർ സ്കിന്നാണ്, നിങ്ങളെല്ലാം ചെറിയ കുട്ടികളാണ്. ഈ സ്കിന്നിന്റെ ടെക്സ്ചർ വരെ പോകും ആൽക്കഹോളിന്. ഇതൊന്നും ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളൊന്നും പറഞ്ഞു തരുന്നുമില്ല. ഇതൊന്നും ഒരു ഫിലിമിലും ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നുമില്ല. ഇതിന്റെ ബാഡ് എഫക്ട്സ് ഒന്നും ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പൊ ഇതൊന്നും ഈ ഡ്രഗ്സിലേക്ക് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ല. കാരണം ഇത് നമുക്ക് ബോഡിയിൽ ഒന്നും ചെയ്യാനില്ല. പിന്നെ വേറെ എന്തായിരിക്കും റീസൺ? ഈ ഞാൻ പറഞ്ഞ പോലെ അഡിക്ഷനിലേക്ക് പോകാനുള്ള വേറെ റീസൺ എന്തായിരിക്കും? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു? മൂവീസ് കണ്ട് ഇൻസ്പയർ ആയിട്ട്, അല്ലേ? ഓക്കെ, മൂവീസ് കണ്ട്, അതെ, നമ്മോട് പറഞ്ഞ കറക്റ്റ് ആണ്. മൂവീസ് കണ്ട് ഇൻസ്പയർ ആയിട്ട് നമുക്ക് മൂവീസിൽ ഞാൻ പറഞ്ഞ പോലെ മൂവീസിൽ കാണിക്കുന്ന എന്താ? ഇത് ഇപ്പം ഞാൻ പറഞ്ഞ, ഇപ്പം ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്മോക്ക് ചെയ്തിട്ട് വരുന്ന ഒരുപാട്, ഞാൻ പൾമണോളജിസ്റ്റ് ആയതുകൊണ്ട് സ്മോക്ക് ചെയ്ത് വരുന്ന ഒരുപാട് പേഷ്യൻസ് വരും. അപ്പൊ ഈ സ്മോക്ക് ചെയ്യുന്ന പേഷ്യൻസ് ആദ്യം അവർ സ്മോക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ, നിങ്ങൾ ഹോർമോൺസ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഹോർമോൺ എന്നുള്ള വേർഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അതൊരു കെമിക്കലാണ് ബോഡിയിൽ. നമ്മുടെ ബോഡിയിൽ വരുന്ന തൈറോയ്ഡ് എന്നൊക്കെ തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ. അതുപോലെ ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ ഈ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നിക്കോട്ടിൻ എന്ന് പറയുന്ന കെമിക്കല് ബ്രെയിനിൽ ഡോപ്പമീൻ ഉണ്ടാകും. അപ്പൊ ഈ ഡോപ്പമീൻ നമുക്കത്
നമുക്കതൊരു ജസ്റ്റ് ഒരു എനർജറ്റിക് ആയിട്ട് തോന്നും. അതായത് നമ്മളൊരു ചായയോ ഒരു കാപ്പിയോ കുടിക്കുന്ന സമയത്ത് ചിലർ ചായയും കാപ്പിയൊക്കെ അഡിക്റ്റഡ് ആവില്ലേ? നിങ്ങളൊക്കെ ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? അപ്പോൾ അതുപോലെ ഒരു എഫക്റ്റ് ബ്രെയിനിൽ ഇതുണ്ടാക്കും, ഈ ഡോപ്പമിൻ. അപ്പൊ ഈ ഡോപ്പമിനകത്ത് കിട്ടുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകും. അവർക്ക് കിട്ടുന്ന എന്തോ ഒരു മൂഡ് വേരിയേഷൻ ഇത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോൻ പറഞ്ഞ പോലെ ഈ ഡിപ്രഷൻ എന്നുള്ളത് അതിന്റെ ഡബിൾ ആവും. കാരണം സാധാരണ ഇതൊന്നും യൂസ് ചെയ്യാത്തുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഇതൊക്കെ മാറും. പക്ഷേ ഈ സ്മോക്കിങ്ങോ ആൽക്കഹോളോ അല്ലെങ്കിൽ ഡ്രഗ്സോ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ എഫക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ആയിട്ട് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം കൂടി വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവും. പിന്നെ അതിനൊരു സൊല്യൂഷൻ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ മൂവീസ് അല്ലാതെ പിന്നെ എന്തായിരിക്കും ഈ ഇതിന്റെ ഒരു അഡിക്ഷന് പോകാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫ്രണ്ട്സ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളോട് പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. നിങ്ങളുടെ പേരൻസ് നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ കാണുമായിരിക്കും. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നിങ്ങൾക്ക് നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് പഠിക്കേണ്ട സിറ്റുവേഷൻ വരും. ആ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് ഫ്രണ്ട്സ് നിങ്ങളടുത്ത് പറയും നമുക്ക് അത് ട്രൈ ചെയ്യാം. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം എന്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എനിക്ക് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു വലിയൊരു കുഴി ഉണ്ടെന്ന് വെച്ചോ, ആ കുഴിയിലോട്ട് നിങ്ങളുടെ ഫ്രണ്ട് അറിഞ്ഞോട്ട് അത് എടുത്ത് ചാടുന്നു. നിങ്ങൾ അതിന്റെ കൂടെ ചാടുമോ? ഫ്രണ്ട് ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ ചാടുമോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഒരു തീയിലോട്ട് എടുത്ത് ചാടുന്നു, നിങ്ങൾ ചാടുമോ ഫ്രണ്ടിന്റെ കൂടെ? നിങ്ങൾ എത്ര വലിയ ഫ്രണ്ട് ആണെങ്കിലും ചാടുമോ? ഇനി ഈ തീയിൽ ചാടുന്നതിനെക്കാട്ടി വലിയ കാര്യമാണ് നിങ്ങളുടെ ഫ്രണ്ട് വന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു, ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു. ആ സമയത്ത് ചില കുട്ടികൾക്ക് നോ പറയാൻ പറ്റില്ല. നിങ്ങളുടെ കൂട്ടത്തിലും അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും, നോ പറയാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അവരപ്പോൾ വിചാരിക്കും ഫ്രണ്ട്ഷിപ്പ് പോയാലോ എന്ന് വെച്ചു. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോവുകയാണെന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഫ്രണ്ട്ഷിപ്പ് പോട്ടേന്ന് വെക്കും. ആണോ? ആ ഫ്രണ്ട്ഷിപ്പാണോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആണോ? അല്ല. ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണോ? ഇല്ല. ഇപ്പം നിങ്ങൾ നോക്കും, നിങ്ങളുടെ വീട്ടിലിപ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് ഫുഡൊക്കെ തന്ന് നിങ്ങൾക്ക് ഏറ്റവും ബോഡിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്യുന്ന ഫുഡ് നിങ്ങളുടെ പേരൻസ് തരും. നിങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വോമിറ്റിങ്ങോ ലൂസ് മോഷനോ അങ്ങനെ എന്തെങ്കിലും വരുമോ? സ്കൂളിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിൽ തന്നെ ഫുഡ് കഴിക്കാൻ വെച്ചോ, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ബോഡിക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു ഫുഡ് നിങ്ങളുടെ ടീച്ചേഴ്സോ നിങ്ങളുടെ പേരൻസോ നിങ്ങൾക്ക് തരുമോ? ഇല്ല. നിങ്ങൾ കഴിക്കുമോ? ഇപ്പൊ ഒരു ചീത്തയായിട്ടുള്ള ഒരു ഫുഡ് നിങ്ങൾ കഴിക്കുമോ? ഇല്ല, നിങ്ങൾ കഴിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഒരു ചീത്തയായ ഫുഡ് നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അച്ഛനോ അമ്മയോ തന്നു കഴിഞ്ഞാൽ ചില നമുക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് പോലും നമ്മൾ കഴിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ബോഡിക്ക് തീരെ ആവശ്യമില്ലാത്ത ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഇതൊക്കെ നമ്മളിപ്പം അറിഞ്ഞോണ്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ആ മോള് പറഞ്ഞ പോലെ ഫിലിംസിലൊക്കെ കണ്ടിട്ട് ഇത് അറിഞ്ഞോണ്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മുടെ ബോഡിക്ക് ദോഷം മാത്രമേ വരുത്തുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്കൊരു ടാലന്റ് ഉണ്ടെന്ന് വെച്ചോളൂ. ചിലവർക്ക് ടാലന്റ് നന്നായിട്ട് പഠിക്കാനായിരിക്കും, ചിലർക്ക് ഭയങ്കര മെമ്മറി പവറിലെ ടാലന്റ് ആയിരിക്കും, ചിലർക്ക് ഡാൻസ് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടാലൻസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലുമൊക്കെ ടാലൻസ്, സ്പോർട്സ്. ഈ ടാലൻസ് നിങ്ങൾക്ക് എന്ത് ടാലന്റ് ഉണ്ടോ ആ ടാലന്റിനെ ഡീഗ്രേഡ് ചെയ്ത് കളയും. ഈ ആൽക്കഹോൾ ആയാലും ഈ സ്മോക്കിംഗ് ആയാലും ഈ ഡ്രഗ്സ് ആയാലും ഇതെല്ലാം ഡീഗ്രേഡ് ചെയ്ത് കളയുന്ന കാര്യമാണ്. കാരണം നമുക്കൊക്കെ പേഷ്യൻസ് വരും, അവര് സ്മോക്കിംഗ് ഇതുപോലെ കോളേജിൽ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും, ക്യൂരിയോസിറ്റിയുടെ പേര് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെന്താവും? അത് ലങ് ക്യാൻസർ ആവും. ഈ ലങ് ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ സ്മോക്കിങ്ങിന് മാത്രമല്ല ക്യാൻസർ വരുന്നത്, ക്യാൻസർ ആൽക്കഹോളിനും ക്യാൻസർ കോസ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്, അതിൻ്റെ ആക്ഷൻ ഉണ്ട്. അപ്പം ഈ ക്യാൻസർ ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് അഡിക്ഷൻ യൂസ് ചെയ്തിട്ടായാലും ക്യാൻസർ ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ ഈ ക്യാൻസർ എവിടെയാണെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ എവിടെയാണെങ്കിലും ക്യാൻസർ ഏറ്റവും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ക്യാൻസർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഓങ്കോളജി അല്ലെങ്കിൽ അതിൻ്റെ പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം അവിടെയാണ് നമ്മുടെ ലൈഫ് ഈ ഫിലിംസിൽ കാണുന്നതൊന്നുമല്ല, അങ്ങനെ കിടക്കുന്ന ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ ലൈഫാണ് നമ്മുടെ യഥാർത്ഥ ലൈഫ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെന്റ്
ട്രീറ്റ്മെന്റ് ഒരു സൈഡിൽ കൂടെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ട്രീറ്റ്മെന്റിന് ബോഡി റെസ്പോണ്ട് ചെയ്യത്തില്ല. അതേസമയം നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇതുപോലെ ഡിസീസ് വരുവാണെങ്കിൽ അവരുടെ ബോഡി നന്നായിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് റേഡിയേഷനോ കീമോതെറാപ്പിയോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവരുടെ ബോഡി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. അതേസമയം ഈ ഡ്രഗ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ ഇങ്ങനെയൊക്കെ എടുത്ത ഒരാൾക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്താലും ഈ മെഡിസിൻസ് പോലും ആക്ട് ചെയ്യാത്ത ഒരു അവസ്ഥ. പിന്നെ എന്തായിരിക്കും ഒരു റീസൺ? ഈ അഡിക്ഷൻസിലോട്ട് പോകാനുള്ള റീസൺ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തെങ്കിലും സ്ട്രെസ്. മറ്റേ അവിടെ ഒരു മോൻ പറഞ്ഞ പോലെ ഡിപ്രഷൻ പറഞ്ഞ പോലെ സ്ട്രെസ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ വലുതാവുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് നിങ്ങൾക്ക് പഠിത്തത്തിൻ്റെതായിട്ടുള്ള സ്ട്രെസ് വരും. അത് നാച്ചുറലായിട്ട് തന്നെയാണ്. നിങ്ങളിപ്പം LKG പഠിക്കുവാണെങ്കിലും ആ KG ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്കൊരു സ്ട്രെസ് കാണാൻ പഠിക്കുമ്പോൾ ആ സ്ട്രെസ് നമ്മൾ പഠിക്കുമ്പോൾ, കാരണം നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം. ആ ബേസിക് എഡ്യൂക്കേഷനിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മാർക്സ് മേടിക്കുക എന്നുള്ളതല്ല. ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും, അതായത് നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക്, അതായത് ഏത് പ്രൊഫഷൻ പോയാലും ഏത് പ്രൊഫഷൻ നിങ്ങൾ എടുത്താലും ഒരു ബേസിക് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ എഡ്യൂക്കേഷൻ പോകുന്ന ആർക്കും, ഇപ്പം നിങ്ങളിവിടെ വന്നിരിക്കുന്നു, നിങ്ങൾ സ്കൂളിൽ വന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് വരത്തില്ല. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തവർക്ക് സ്ട്രെസ് ഒന്നും വരത്തില്ല. ഇങ്ങനെ നിങ്ങൾ സ്കൂളിൽ വന്നു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുന്നു, ടീച്ചേഴ്സ് പറയുന്നു, പഠിക്കുന്നു, വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യുന്നു, ഇന്ന് ചിലപ്പോൾ പേരൻസ് പഠിപ്പിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തനിയെ പഠിക്കുമായിരിക്കും. ഇതൊക്കെ ഈ സ്ട്രെസ് അതിൻ്റെ കൂടെ വരുന്നതാണ്. പിന്നെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. കാരണം ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സ്ട്രെസ് ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ആക്റ്റീവായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. എക്സാം ആണെങ്കിലും ഇപ്പം നമുക്ക് തീരെ സ്ട്രെസ് ഇല്ല, തീരെ ടെൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊരു കൂൾ മോഡിലെടുത്തിട്ട് നമുക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാം ആണ്, ഇപ്പോൾ നെക്സ്റ്റ് മന്തേ ഉള്ളൂ എക്സാം എന്ന് വെച്ചിട്ട് നമ്മൾ പഠിക്കാതിരിക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ട്രെസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസും അതിനനുസരിച്ച് കുറയും. അതുപോലെ ഇപ്പോൾ ഈ അഡോളസൻസിൽ വേറൊരു ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കേൾക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും. ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം, പക്ഷേ ഈ ഫ്രണ്ട്സ് പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ആർക്കെങ്കിലും ബെനിഫിറ്റ് ഉള്ള കാര്യമാണോ, അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണോ, നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ മെച്യൂരിറ്റിയെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാണത്തുള്ളൂ. പിന്നെ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇപ്പം ഗേൾസിനാണെന്നുണ്ടെങ്കിൽ PCOD എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. അതായത് PCOD എന്ന് പറയുമ്പോൾ യൂട്രസിന് അല്ലെങ്കിൽ ഓവറിക്ക് വരുന്ന ഒരു അസുഖമാണ് PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ അത് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ്സ്, അതായത് നമ്മൾ ഈ ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ, നൂഡിൽസ്, അല്ലെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും അങ്ങനത്തുള്ള സാധനങ്ങളിലോട്ടായിരിക്കും കൂടുതൽ അട്രാക്ഷൻ. അതായത് പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കോള, സ്പ്രൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം ഇപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും നിങ്ങളുടെ ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി ഒക്കെ കൂടണം. അതായത് നിങ്ങളുടെ എല്ലുകൾക്കൊക്കെ നല്ല ശക്തി വരണം, നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ആവണം. അങ്ങനെ നിങ്ങളുടെ ബോൺസിനൊക്കെ ബോൺസിനൊക്കെ ഒരു ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മുടെ ബോഡിക്ക് ദോഷം ചെയ്യുന്ന ഞാൻ ഈ പറയുന്ന പോലത്തുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്ട്സ് വരും. ഇപ്പോൾ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് PCOD വരും. അതായത് ചെറിയ ഏജിൽ തന്നെ PCOD ജനറ്റിക് ആയിട്ടും വരും. എന്നാലും നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് വരുന്ന PCOD പോലെ ആവും. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ നൂഡിൽസ് ഒക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് PCODയുടെ റേറ്റ് കൂടുതലായിരിക്കും. ബോഡിനൊന്നും അത്ര നല്ലതേ അല്ല. അപ്പോൾ അങ്ങനെ അഡോളസെൻസിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇനി നമ്മൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അഡോളസെൻസിൻ്റെ ഇതിൽ ടോപ്പിക്കിൽ? നിങ്ങൾ ചോദിച്ചോ, ആരെങ്കിലും ചോദിച്ചോ, ഉണ്ടോ? പറഞ്ഞോ. പറഞ്ഞ പോലെ പറഞ്ഞു. പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം, നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു കാര്യം കാണണം, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് ഫോൺ യൂസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഈ ഏജ് ഗ്രൂപ്പിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരൻസിനോട് പറയാം, ഈ ഫോൺ യൂസ് ചെയ്യുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഫോൺ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ചോദിക്കും വലിയ ആളുകൾ ഫോൺ യൂസ് ചെയ്യുന്നു. വലിയ ആളുകൾ ഫോൺ യൂസ് ചെയ്താലും ചെറിയ ആളുകൾ ഫോൺ യൂസ് ചെയ്താലും ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ കണ്ണിന് ഇതൊന്നും നല്ലതല്ല. കാരണം നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് മുറ്റത്തൊക്കെ പോയി കളിക്കാറുണ്ടോ? മുറ്റത്ത് കളിക്കാറുണ്ടോ? അതോ നിങ്ങൾ വീടിനകത്ത് തന്നെയാണോ കളിക്കുന്നത്? പുറത്ത് പോയി കളിക്കും. നിങ്ങൾ പുറത്ത് ഈ ചെടിയൊക്കെ നടാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടോ? ഗാർഡനിങ് ഇഷ്ടമുള്ള കുട്ടികളുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഗാർഡനിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഇന്നലെ ഏതോ ക്ലാസ് കുട്ടികൾ എവിടെയോ പോയില്ലേ, ചെറിയ കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് പോയില്ലേ, അതുപോലെ നിങ്ങൾ നേച്ചറുമായിട്ട് ക്ലോസ് ആയിട്ട് ചെയ്യുന്ന ഏത് കാര്യം നിങ്ങൾ ചെയ്താലും മുമ്പേ പറഞ്ഞ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഇതൊക്കെ കുറയും. കാരണം നേച്ചറുമായിട്ട് നമ്മൾ ഇടപെട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു നേച്ചറിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ, അതായത് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതാണ്, നമ്മുടെ മരം ട്രീ അത് പോയി നമ്മൾ തൊടുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ട്രീയിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു. അതൊരു ആർട്ടിക്കിളിൽ വന്ന ഒരു പുതിയ പഠനമാണ്. കാരണം നമ്മൾ ട്രീസുമായിട്ട് കൂടുതൽ അല്ലെങ്കിൽ ട്രീസിനെ പോയി തൊടുവാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ് എനർജി പോയിട്ട് നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്താലും, നിങ്ങൾ മണ്ണിലൊക്കെ മണ്ണിലൊക്കെ കളിക്കുന്നതോ ഒക്കെ, ഇപ്പൊ ഈ മണ്ണിൽ കളിക്കുന്ന കുട്ടികൾ, നിങ്ങളൊക്കെ ചെറിയ കുട്ടികളെ മണ്ണിലൊക്കെ കളിച്ചിട്ടുണ്ടാവില്ല അല്ലേ? മണ്ണിലൊക്കെ ഈ മണ്ണിൽ കളിക്കുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ആസ്മ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം മണ്ണിൽ കളിക്കുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൂടും. ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ ശക്തി കൂടിയിട്ട് ഭാവിയിൽ ആസ്മ വരില്ല. അപ്പം ഫോൺ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് മാത്രമേ നിങ്ങളുടെ ബ്രെയിനിലും നിങ്ങളുടെ ഡെവലപ്മെന്റിലും വരത്തുള്ളൂ. അപ്പോൾ ഫോൺ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം യൂസ് ചെയ്യാം. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് മാക്സിമം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് കളിക്കാം, അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ കളിക്കും. പിന്നെ ഗുഡ് ഹാബിറ്റ്സ്, ബാഡ് ഹാബിറ്റ്സ്. ഓക്കെ, ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തായിരിക്കും ഹാബിറ്റ്സ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഈ സമയത്ത് താണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾ സ്കൂളിൽ വരുന്നു. നിങ്ങളിപ്പോൾ ചിൽഡ്രൻസ് ഡേ ആണ്, എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ ഇപ്പം നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ കാണും. പക്ഷെ നിങ്ങൾ മടിപിടിച്ച് വീട്ടിലിരിക്കാതെ സ്കൂളിൽ വന്നു. ഇതൊക്കെ നിങ്ങളുടെ നല്ല ഹാബിറ്റിന്റെ ഒരു പാർട്ടാണ്. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലും നല്ല ഹാബിറ്റ് ആയിരിക്കും ഉള്ളത്. അതായത് കുസൃതിയൊക്കെ കാണും, പക്ഷെ ഹാബിറ്റ് എപ്പോഴും നിങ്ങൾക്ക് കൂടുതലും നല്ലതായിരിക്കും ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്റൻഷനലി ആണ് പിന്നീട് ബാഡ് ഹാബിറ്റ്സ് കൊണ്ടുവരുന്നത് അല്ലെ? ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നിങ്ങൾക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ? ഇവിടെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ? അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ അടുത്ത്, അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഇപ്പം പഠിക്കുന്ന സമയത്തായാലും ഒരു കോമ്പറ്റീഷൻ വരും ഫ്രണ്ട്സ് തമ്മിൽ അല്ലെ? എല്ലാവർക്കും കാണത്തില്ല, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും കാണും. പക്ഷെ ഈ കോമ്പറ്റീഷൻ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നതായാലും അത് നിങ്ങൾ എപ്പോഴും, അതായത് വേറൊരു, അതായത് നിങ്ങളുടെ ഫ്രണ്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കുട്ടികൾക്ക് സങ്കടം വരാത്ത രീതിയിൽ, മാക്സിമം സങ്കടം വരാത്ത രീതിയിൽ നിങ്ങൾ നോക്കണം. അതായത് ഈ ബുള്ളിങ് ഒക്കെ ക്ലാസ്സിൽ ചെയ്യാറുണ്ടോ കുട്ടികൾ നിങ്ങളെ? അപ്പൊ മാക്സിമം ഇതൊന്നും ചെയ്യാത്ത രീതിയിൽ, കാരണം നിങ്ങളുടെ ഫ്രണ്ടിനോ നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്കോ സങ്കടം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കും നിങ്ങളോടും ബാക്കിയുള്ളവരും നിങ്ങൾക്ക് സങ്കടം വരാത്ത കാര്യങ്ങൾ അവരും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. അപ്പൊ അതാണ് ആ ഒരു ഗുഡ് ഹാബിറ്റ്സ്, ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരൻസ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീച്ചർ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാവില്ല, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ ടീച്ചറോ നിങ്ങൾക്ക് നന്മ തരണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാറുള്ളൂ. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സങ്കടം വരുമായിരിക്കും, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമാണ് ലോകത്തില്, അച്ഛനും അമ്മയും നിങ്ങളുടെ ടീച്ചേഴ്സും മാത്രമാണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് നന്മ വരണം എന്ന് മാത്രം, അല്ലാതെ നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ വേറെ ആരും നിങ്ങൾക്ക് നന്മ വരണം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ ചിലപ്പോൾ വഴക്ക് പറയുമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളോട് വലിയ സ്നേഹം അവർ എക്സ്പ്രസ് ചെയ്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വലുതാവുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്മ വരണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് പറയാനുണ്ടോ? ഇപ്പൊ ഞാൻ വേറെ കാര്യങ്ങൾ പറയാം. അതായത് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ഇപ്പോൾ ചിൽഡ്രൻസ് എങ്ങനെയാണ്, നിങ്ങൾ കുട്ടികൾ എങ്ങനെയാണ് നമ്മുടെ നേഷന്റെ ഡെവലപ്മെന്റിന് എങ്ങനെയാണ് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് നമ്മുടെ നേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് എങ്ങനെയായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ പറ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നമ്മുടെ
എന്തൊക്കെ ചെയ്യുമ്പോഴായിരിക്കും സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞോ ഓക്കെ. എന്നാലും നിങ്ങൾ സ്റ്റുഡൻസ് ആണ് അല്ലേ? നിങ്ങൾക്ക് അതായത് ഒരു സ്റ്റുഡൻസിന്റെ അതായത് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെ ഇരിക്കും നമ്മുടെ ഏത് രാജ്യം നിങ്ങൾ എവിടെയാണോ ഉള്ളത് അപ്പം ആ രാജ്യത്തിന്റെ പുരോഗതി ഇരിക്കുന്നത്. കാരണം നിങ്ങളിപ്പം നാളെ നിങ്ങൾക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടി, നിങ്ങൾ അത്യാവശ്യം നല്ല എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നു, അതിന് നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുപോലെ ഞാൻ പറഞ്ഞ അഡിക്ഷൻസിലൊന്നും നിങ്ങൾ പോകുന്നില്ല, നിങ്ങൾ മാക്സിമം അതിൽ പെർഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നല്ലൊരു ജോബൊക്കെ കിട്ടി, നിങ്ങൾ ബാക്കിയുള്ളവർക്കൊന്നും ദ്രോഹം വരാത്ത രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചോ. കാരണം നിങ്ങൾ വേറെ ആർക്കും ഒരു ദോഷം വരുന്ന രീതിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നില്ല. അപ്പം തന്നെ അങ്ങനെ എല്ലാവരും ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു നേഷൻ ഒരു ഡെവലപ്മെന്റ് വരും, ഓട്ടോമാറ്റിക്കലി വരും. അതേസമയം നിങ്ങൾ ഈ അഡിക്ഷൻസിലോട്ടൊക്കെ പോയി നിങ്ങൾക്ക് ബേസിക് എഡ്യൂക്കേഷനും ഇല്ല, നിങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ ഇൻട്രസ്റ്റ് ഇല്ല, ബേസിക് എഡ്യൂക്കേഷന് പോലും ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങളൊരു കോഴ്സ് എടുത്തിട്ട് അതുപോലും നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഫുൾ ഡെഡിക്കേഷനിൽ, ഞാൻ പറയുന്നത് മാർക്സ് മേടിക്കുന്ന കാര്യമല്ല, നിങ്ങളൊരു കോഴ്സ് എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട് അല്ലെ? മാർക്സ് മേടിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ അതിനകത്ത് മാർക്സ് ഒന്നും അധികം കിട്ടിയില്ലെങ്കിലും നമ്മളതൊരു ഡെഡിക്കേഷനോടുകൂടി ചെയ്യുന്ന സമയത്ത്, കാരണം നിങ്ങളുടെ പേരൻസ് ഒക്കെ, കാരണം നമുക്ക് എപ്പോഴും പേരൻസിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലേ? പേരൻസിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? കാരണം നമുക്ക് അച്ഛനോടും അമ്മയോടും, കാരണം അവർ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഫാമിലീസ് ആണെങ്കിലും ഒരു കുഞ്ഞിനെ സ്കൂളിൽ ആക്കാനായിട്ട്, കാരണം നിങ്ങൾക്ക് രാവിലെ ഫുഡ് വെക്കും, അതിനകത്ത് ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന പിന്നെ അമ്മമാർ കാണും, അതല്ല ഹൗസ് വൈഫ് ആയിട്ടുള്ളവർ കാണും, നിങ്ങളുടെ സിബ്ലിങ്സിനെ നോക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ വേറെ ജോലി കാണും. ഇതൊക്കെ നടത്തിക്കൊണ്ട് തന്നെ നിങ്ങളെ ഇതുപോലെ യൂണിഫോം ഒക്കെ നിങ്ങളെ റെഡിയാക്കി, നിങ്ങളുടെ ഫുഡൊക്കെ റെഡിയാക്കി, നിങ്ങളെ ഇങ്ങനെ റെഡിയാക്കി സ്കൂളിൽ വിടുന്ന അവർ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയണേ, കഴിഞ്ഞ ദിവസം എനിക്കൊരു പേഷ്യന്റ് വന്നു, ഒരു അമ്മച്ചി. ആ അമ്മച്ചിക്കാണെങ്കിൽ ഒരു 75 വയസ്സുള്ള ഒരു അമ്മച്ചി വന്നു. അപ്പൊ ആ പേഷ്യന്റിന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, അപ്പൊ പേഷ്യന്റ് തീരെ വയ്യ, ഭയങ്കര വോമിറ്റിംഗ് ആണ്, വോമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നല്ല ഫീവർ ഉണ്ട്, വിറയലുണ്ട്, ഒട്ടും വയ്യ, ആ പേഷ്യന്റ് നടക്കാൻ പോലും വയ്യ. അപ്പൊ പേഷ്യന്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ നോക്കാൻ നിൽക്കുന്ന ഒരു ചേച്ചിയുടെ കൂടെയാണ് ഈ പേഷ്യന്റ് വന്നത്. അപ്പൊ ഈ പേഷ്യന്റ് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിനിൽ ഭയങ്കര ഇൻഫെക്ഷൻ, യൂറിനിൽ നമ്മൾ പസൽസ് ഉണ്ടോ നോക്കും, അതായത് ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കിയപ്പോൾ യൂറിനിൽ ഭയങ്കര ഇൻഫെക്ഷൻ, ഈ പേഷ്യന്റ് തീരെ വയ്യ. അപ്പൊ നമ്മൾ അഡ്മിഷൻ പറഞ്ഞു, പേഷ്യന്റ് അഡ്മിറ്റ് ആക്കണം, കാരണം ഒരു കണ്ടീഷൻ മോശമാണ്, അഡ്മിറ്റ് ആക്കണം എന്ന് നമ്മൾ ആ ബൈസ്റ്റാൻഡർ എടുത്ത് പറഞ്ഞു, നോക്കാൻ നിൽക്കുന്ന ചേച്ചി എടുത്ത് പറഞ്ഞു. അപ്പൊ ഈ പേഷ്യന്റ് പറഞ്ഞു, ഇല്ല എനിക്ക് അഡ്മിറ്റ് ആവാൻ പറ്റത്തില്ല, ഞാൻ പോവാണ്, അഡ്മിഷൻ എന്തായാലും പറ്റത്തില്ല, ടാബ്ലറ്റ്സ് എന്നത് വീട്ടിൽ പോകാൻ പറഞ്ഞു. അപ്പൊ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സിസ്റ്റർ പറഞ്ഞു, ഇതിപ്പം ഇത്ര വയ്യാത്ത അമ്മച്ചിയെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ പേഷ്യന്റ് ഭയങ്കരമായിട്ട് കരയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാണ് കരയുന്നത്, നമ്മൾ ഇനി ആരോടെങ്കിലും സംസാരിക്കണം. അപ്പൊ എന്താ, ഈ പേഷ്യന്റ് 3 മക്കളുണ്ട്, 2 ബോയ്സും 1 ഗേൾസും. ഈ 2 ബോയ്സും വേറെ ഏതോ കൺട്രിയിലാണ്, അവർ മാരീഡാണ്, അവർക്ക് അവരുടെ ഫാമിലി ഒക്കെ ഉണ്ട്. ആ ഗേളും മാരീഡാണ്, അവരും വേറെ ഏതോ കൺട്രിയിലാണ്. അപ്പോൾ ഇവരാരും ഈ പേഷ്യന്റിനെ വിളിച്ച് ചോദിച്ചു, അവരുടെ മോൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അഡ്മിറ്റ് ആവണ്ട, വീട്ടിൽ പോയി ഇരുന്നാൽ മതി, അഡ്മിറ്റ് ആവണ്ട, ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ അത് കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ, അഡ്മിറ്റ് ആവണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും ആ കൂടെ നിൽക്കുന്ന ചേച്ചി ഈവനിങ് വരെ നിൽക്കത്തുള്ളൂ, അവർ നൈറ്റ് ഇല്ല, കാരണം നമുക്ക് നൈറ്റ് ബൈസ്റ്റാൻഡർ ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിലും പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കത്തില്ല. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആക്കണമെങ്കിൽ കൂടെ ബൈസ്റ്റാൻഡർ വേണം. അപ്പോൾ അതാണ് റൂൾ. അങ്ങനെ നമുക്ക് തനിയെ ഒരു പേഷ്യന്റിനെ രാത്രി കിടത്താനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ ചേച്ചി വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ പറയുന്നു ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പേഷ്യന്റ് പറയാണ്, ഈ പേഷ്യന്റ് അവരുടെ 3 മക്കളോട് പറഞ്ഞു, എന്നാൽ ഗാന്ധി ഭവനിലെങ്കിലും ആക്കും. നിങ്ങൾ ഗാന്ധി ഭവനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അപ്പൊ ആ പേഷ്യന്റ് പറഞ്ഞു, ഗാന്ധി ഭവനിലെങ്കിലും ആക്ക് എന്ന് പറഞ്ഞു. കാരണം അവർക്ക് അതിനുള്ള ഫിനാൻഷ്യലി സപ്പോർട്ടൊക്കെ ഉണ്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഉണ്ട്. അതുപോലും ഈ 3 കുട്ടികളും ഗാന്ധി ഭവനിൽ പോലും ആക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു പറ്റത്തില്ല. കാരണം അവരെന്താണ് ഉദ്ദേശിച്ചത്, ഗാന്ധി ഭവനിലാക്കാത്തത്, കാരണം ഗാന്ധി ഭവനിലാക്കി കഴിഞ്ഞാൽ ഇവര് നോക്കിയില്ല എന്ന് സൊസൈറ്റി പറയും അല്ലേ? എന്നാൽ ഇവര് ആക്ച്വലി നോക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ എന്ത് സംഭവിച്ചു, ഈ പേഷ്യന്റ് അവിടെ ഇരുന്ന് കരഞ്ഞ് കുഴപ്പം. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, അവര് തീരെ എല്ലാവരും പറഞ്ഞു അങ്ങനെ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ പോയി. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കും, നിങ്ങളെപ്പോലെ ആയിരുന്നു അവരും. ആ 3 കുട്ടികളും നിങ്ങളെപ്പോലെ സ്കൂളിൽ വന്ന് പഠിച്ച് ഇതുപോലെ ജോലിയൊക്കെ കിട്ടി അവർ പുറത്തു പോയ കുട്ടികളാണ് ആ ഞാൻ പറഞ്ഞ പേഷ്യന്റിന്റെ 3 കുട്ടികൾ. അപ്പൊ ആ 3 കുട്ടികളിൽ ഒരാൾ പോലും ആ പേഷ്യന്റിന്റെ അടുത്ത് എന്നാൽ വേറെ ആരെയെങ്കിലും ഒരു റിലേറ്റീവിനെ അല്ലെങ്കിൽ നോക്കാൻ നിൽക്കുന്ന ചേച്ചിയെങ്കിലും നിർത്തിയിട്ട്
അഡ്മിറ്റ് ആയില്ല, തിരിച്ചു പോയി. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ അതൊന്ന് ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചു വെക്കണം. കാരണം നിങ്ങളുടെ പേരൻസിനെ നോക്കേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ്. കാരണം അവരാണ് നിങ്ങളെ, അവർ നോക്കിയത് കൊണ്ടല്ല നിങ്ങൾ നോക്കേണ്ടത്. അവർ നോക്കുന്നോ ഇല്ലയോ അതൊന്നും ഇതല്ല, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചർ പറയുന്നത് കേൾക്കില്ലേ, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. റൂളൊന്നും നമ്മുടെ എവിടെയായാലും സ്കൂളിൽ, എസ്പെഷ്യലി നമ്മുടെ സ്കൂളിൽ റൂൾസ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം. പക്ഷേ അപ്പോൾ അതുപോലെ അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ അത് ആലോചിച്ച് വെക്കണം. കാരണം നിങ്ങൾ പേരൻസിനെ അബാൻഡൻ ചെയ്തിട്ട് നിങ്ങൾ എത്ര ഉയരത്തിൽ പോയാലും, നിങ്ങൾ ഈ ഭാവിയിൽ അതായത് പ്രസിഡന്റ് ആയാലും, ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയാലും, നിങ്ങൾ ഇനി ഭാവിയിൽ എന്തായാലും നിങ്ങളുടെ പാരൻസിനോട് നിങ്ങളൊരു ധാർമ്മികപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളുടെ പാരൻസിനോട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവിത വിജയം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ജീവിത വിജയത്തിൽ എത്തുന്നില്ല. നിങ്ങളൊക്കെ സ്പിരിച്വാലിറ്റി ഉള്ള കുട്ടികളാണോ? അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ ഹിന്ദുസ് ഉണ്ടാവും, അല്ലെങ്കിൽ മുസ്ലിംസ് ഉണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വാലിറ്റി കുഞ്ഞിലേ വേണം. കാരണം ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും, അവർ പറഞ്ഞോട്ടെ, അവർക്ക് അത്രക്കുള്ള നോളജേ ഉള്ളതുകൊണ്ടാണ് അവർ ഈശ്വരനില്ല എന്ന് പറയുന്നത്. നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് അറിയില്ലേ നമ്മളുടെ കാട്ടിലും മുകളിലായിട്ട് എന്തോ ഒരു ശക്തി ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇല്ലേ? അല്ലാതെ നമ്മളാരും അങ്ങനെ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ റാൻഡമായിട്ട് വന്നിട്ടുള്ളതാണോ നമ്മുടെ ഈ ഭൂമി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സണ്ണ്, സോളാർ സിസ്റ്റം ഒക്കെ അങ്ങനെ വന്നിട്ടുള്ള എന്തോ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു എനർജി ഉള്ളതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അതായത് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായാലും, അതായത് നമ്മളിപ്പം ഈ വലിയ ആളുകളെ നോക്കുമ്പോൾ, അതായത് ഈ ജീവിത വിജയം വന്നിട്ടുള്ള നമ്മളിപ്പോൾ അബ്ദുൽ കലാം സാറിനെ പോലുള്ള വലിയ വലിയ ആളുകളെ നോക്കുന്ന സമയത്ത് ഈ എല്ലാവർക്കും സ്പിരിച്വാലിറ്റി എല്ലാവർക്കും ഒരു വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വൽ അല്ലാത്ത ആളുകൾ, അതായത് ഒരു ഭക്തി എന്ന് പറയുന്നത് ഞാൻ പറയാം, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നോ ആ മതത്തിനനുസരിച്ചുള്ള ഭക്തി. ആ ഭക്തി ഇല്ലാത്ത ഒരാൾക്കാർക്ക്, അതായത് ഭക്തി ഇല്ലാത്ത ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളും ഭക്തി ഉള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ഇപ്പം ഞാൻ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളെ വഴക്ക് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടീച്ചേഴ്സ് എന്താ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾക്ക് തോന്നാറില്ലേ? അല്ലേ? ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ? അല്ലേ? അപ്പോൾ ഞാൻ അത് പറയുന്നത്, നിങ്ങളുടെ ടീച്ചേഴ്സാണ് നിങ്ങളെ, അതായത് നിങ്ങൾ എത്ര വലിയ ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങളോട് അസൂയ, ഞാൻ വേറൊരു ടോക്കിലും ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് തീരെ അസൂയ തോന്നാത്ത ആളുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സിനും തോന്നും നിങ്ങളോട് അസൂയ, നിങ്ങളുടെ ഫ്രണ്ട്സിനും തോന്നും നിങ്ങളോട് അസൂയ. പക്ഷെ നിങ്ങളുടെ ടീച്ചേഴ്സിന് ഒരിക്കലും നിങ്ങൾ ഏതെങ്കിലും, അതായത് നിങ്ങൾ ഒരു വലിയ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടീച്ചറിന് നിങ്ങളോട് ഒരിക്കലും ഒരു അസൂയ തോന്നത്തില്ല. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ അതൊക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ അത് ഒബേ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രൊഫഷൻ എടുക്കുന്നവരുണ്ടാവില്ലേ, പൈലറ്റ് ആവും, മ്യൂസിഷ്യൻസ് ആവും, ഡോക്ടേഴ്സ് ആവും, എഞ്ചിനീയേഴ്സ് ആവും, നിങ്ങൾ ഏത് ടീച്ചേഴ്സ് ആവും, നിങ്ങൾ ഏത് പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു അൾട്ടിമേറ്റ്, അതായത് ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് എപ്പോഴും വേണം. അതായത് നമ്മുടെ ഈശ്വരൻ്റെ ബ്ലെസ്സിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് ടീച്ചേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഇല്ലാതെ നമുക്ക് വലിയ, അതായത് ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന കേൾക്കാതെ ടീച്ചേഴ്സിനെ നമ്മൾ വിഷമിച്ച് ടീച്ചേഴ്സിന് നമുക്കൊരു ദുഃഖം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് ടീച്ചേഴ്സ് നിങ്ങളെ വഴക്ക് പറയാൻ അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സ് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കുട്ടി ഒരിക്കലും ജീവിത വിജയം എത്തില്ല. കാരണം നമുക്ക് ജീവിത വിജയത്തിന് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുരുവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിൻ്റെ ബ്ലെസ്സിങ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ ഫുൾ മാർക്സ് മേടിക്കണം, പഠിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ടീച്ചർ പറയുന്നത്, നിങ്ങളിപ്പം ചില കുട്ടികളുണ്ടാവും ടീച്ചേഴ്സിനോട് ഭയങ്കര ക്ലോസ് ആയിരിക്കും, അവർ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ അവർ നന്നായിട്ട് കേൾക്കും, ടീച്ചേഴ്സിനെയൊക്കെ അവർക്ക് ഭയങ്കര ബഹുമാനമായിരിക്കും, പക്ഷെ അവർക്ക് വലിയ മാർക്സ് ഒന്നും കാണത്തില്ല. അങ്ങനത്തെ വലിയ മാർക്സ് ഒന്നും കാണത്തില്ല, പക്ഷെ അവർ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ടീച്ചേഴ്സിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ ഈ ടീച്ചേഴ്സിൻ്റെ, അതായത് ഗുരുവിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലെസ്സിങ്ങിനെക്കാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഒരു ടീച്ചറിൻ്റെ ബ്ലെസ്സിങ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവത്തില്ല, നിങ്ങൾക്കത് പിന്നീട് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ചോദിച്ചോ, എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട്സ്? എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും
കാര്യം ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും അല്ലെ? ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മ കാണും. അതുപോലെ ഈ മറ്റേ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫിലിംസ് കാണുന്ന സമയത്ത് നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തില്ലായിരിക്കും. നിങ്ങൾ ഇനി തൊട്ട് ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കും അല്ലെ? നിങ്ങൾ ആ ബേക്കറിയിലുള്ള സാധനങ്ങൾ കഴിക്കുന്നതിനോടുള്ള അട്രാക്ഷൻ നിങ്ങൾക്ക് ചിലർക്കൊക്കെ കുറയും. പിന്നെ ചിലരെങ്കിലും ഒക്കെ ടീച്ചേഴ്സ് ലഞ്ച് ടൈമിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും വിചാരിക്കുന്നത്? ടീച്ചേഴ്സിനോട് കുറച്ചും കൂടി നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കും ഇല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ? ഇല്ലേ? ചെയ്യത്തില്ലേ? ചെയ്യോ? ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല? ചോദിച്ചോ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്ക് വേണമെങ്കിലും വരാം കേട്ടോ, നിങ്ങൾക്ക് ചോദിക്കാം, ആർക്ക് വേണമെങ്കിലും വരാം. മൈക്കിൽ ചോദിക്കാൻ മൈക്കിൽ എന്റെ അടുത്ത് ചോദിച്ചോ, ഞാൻ പറയാം. പഠിപ്പിച്ചതിന്റെ ബേസിൽ ചോദിക്കാമോ? ചോദിക്കാൻ പറഞ്ഞു. PCOD ഓക്കെ. എങ്ങനെ ഈ റിപ്രസെന്റ് ആക്ടിവിറ്റി PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിന്റെ രണ്ട് സൈഡിലും ഓവറി ഉണ്ട്. ഈ ഓവറിൽ നിന്നാണ് ഓവം എന്ന് പറയുന്ന സെല്ല് വരുന്നത്. ഓവം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമോ? ഇല്ല. ഓക്കെ. ഓവം എന്ന് പറയുന്നത് ഓവറിൽ നിന്ന് വരുന്ന ഒരു സെല്ലാണ് ഈ ഓവം. ഈ ഓവം ഓരോ മന്തിലും ഈ ഓവത്തിന്റെ റിലീസ് ഉണ്ടാവും ഒരു പർട്ടിക്കുലർ ടൈമിൽ. അതായത് ഒരു 28th ഡേ ആണ് നോർമൽ പറയുന്നത്. 25th ഡേ ആണെങ്കിലും 35th ഡേ ആണെങ്കിലും അത് നോർമൽ ആണ്. അപ്പൊ ഈ ഓവം നമ്മുടെ ഓവറി റിലീസ് ചെയ്യും ഈ ഓവം. അപ്പോൾ ഈ PCOD എന്ന് പറയുന്ന അസുഖം ഉള്ളവർക്ക് ഈ ഓവറിയിൽ ഒരുപാട് സിസ്റ്റ് വരും. നിങ്ങൾ ഈ ലിവറിൽ സിസ്റ്റ് വരിക അല്ലെങ്കിൽ കിഡ്നിയിൽ സിസ്റ്റ് വരിക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വയസ്സായി ഇനി ആർക്കെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ എവിടെയും അതായത് ലിവറിലോ ലങ്സിലോ ഒക്കെ സിസ്റ്റ് വരുന്ന പോലെ തന്നെ ഓവറിയിൽ സിസ്റ്റ് വരും. അതായത് വലിയ വലിയ ഹോൾ പോലെ വന്നിട്ട് അതിനകത്ത് സിസ്റ്റിനകത്ത് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ പറയുക, ചിലപ്പോൾ അതായത് ഇൻഫെക്ഷൻ വരുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ നോർമൽ സീറസ് ഫ്ലൂയിഡ് എന്ന് നമ്മൾ പറയും. നോർമൽ ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഓവറിയിൽ നിന്ന് ഈ സെല്ല് വരത്തില്ല. ഈ സെല്ല് വരാനായിട്ട് പാടായിരിക്കും ഓവറിയിൽ. അപ്പൊ ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ള ആളുകൾക്ക് പീരീഡ്സ് റെഗുലർ ആയിരിക്കത്തില്ല. എല്ലാ മന്ത്ലി അത് കറക്റ്റ് ഡേറ്റിന് വരില്ല. അതിന് കുറെ പിന്നെ അതായത് ലാഗ് വരും. അതിനൊരു പീരീഡ്സിന്റെ സൈക്കിൾ എല്ലാം തെറ്റും. അവർക്ക് അബ്നോർമൽ ഹെയർ ഗ്രോത്ത് വരും. അതുപോലെ മൂഡ് വേരിയേഷൻസ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയാണ് PCODയിൽ പീരീഡ്സ് റെഗുലർ ആയിരിക്കില്ല. ചിലവർക്ക് പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവും. അതല്ല ഇനി ചിലവർക്ക് പീരീഡ്സ് പിന്നെ വരുന്ന സമയത്ത് ബ്ലീഡിങ് കുറവായിരിക്കും. അപ്പൊ അതാണ് PCOD. PCOD എങ്ങനെ ഉണ്ടാവുന്നത്? PCOD ജനറ്റിക് ആയിട്ട് വരും. അതായത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും PCOD ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രാൻഡ് മദറിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാദറിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ മദറിന്റെയോ സൈഡിൽ ഗ്രാൻഡ് മദേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന് PCOD ഉണ്ടെങ്കിൽ ഫാമിലി വൈസ് അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൂടുതലും PCOD വരുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ നിന്നാണ്. അതായത് നമ്മൾ തീരെ ആക്റ്റീവ് അല്ല. അതായത് നമ്മൾ എന്താ ചെയ്യുക, നമ്മളങ്ങനെ ഒരുപാട് നടക്കുന്നൊന്നുമില്ല. എപ്പോഴും അനങ്ങാതിരുന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ഒക്കെ കുറച്ച് കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് നമ്മൾ ആ ഫുഡൊക്കെ കഴിക്കുന്നത്. അതായത് ഈ നൂഡിൽസ്, പെപ്സി, കൊക്കക്കോള, ബേക്കറിയിലെ സാധനങ്ങൾ, അതുപോലെ ചിപ്സ്, ലേസ് പോലത്തെ സാധനങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനത്തേക്കുള്ള സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കൂടുതൽ PCOD വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. PCOD പിന്നെ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, ഞാൻ മറന്നുപോയി, ചിക്കൻ. നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരുണ്ടാവും. ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ PCOD ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിക്കൻ കഴിക്കുന്ന കുട്ടികൾക്ക്. അതുപോലെ ഈ മുട്ട കഴിക്കേണ്ടതല്ല. മുട്ട കഴിക്കുമ്പോൾ കൂടുതൽ മുട്ട കഴിക്കുന്ന ആളുകൾക്ക് അതായത് ഹോർമോണൽ ഇഷ്യൂസ് ഇതിനകത്തുള്ളത് കൊണ്ട് PCOD വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് PCOD. ഇപ്പോൾ ഒരു വട്ടം PCOD വന്നു എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. PCODക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനെക്കാട്ടിലും PCOD വരാതെ നോക്കുന്നതാണ് നല്ലത്. നമുക്കെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവും? നല്ല ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. PCOD വന്നെന്ന് വെച്ചോ, എന്താണ് എഫക്റ്റ്? PCOD വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പീരീഡ്സിന് ഇറഗുലാരിറ്റി വരും. അതായത് പീരീഡ്സിന് ഇറഗുലാരിറ്റി വരുമെന്ന് സംഭവിക്കും. ഭാവിയിൽ ഒരാൾക്ക് പ്രഗ്നന്റ് ആവണമെന്ന് വെച്ചോ, അവർ മാരീഡ് ആണ്, പക്ഷെ പ്രഗ്നന്റ് ആവണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ഓവർ റിലീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പ്രഗ്നൻസി ആവാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും PCOD ഉള്ള ആളുകൾ. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച്
അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഒരു കുഞ്ഞ് ഇല്ലാതിരിക്കുന്ന ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു ലേഡി, അവർക്കത് വളരെ മുമ്പേ പറഞ്ഞ പോലെ ഡിപ്രഷൻ്റെ ഒക്കെ വളരെ വലിയൊരു അവസ്ഥയാണത്. അതായത് കുഞ്ഞുണ്ടാവുന്നില്ല, അവർ കുഞ്ഞുണ്ടാവാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. പക്ഷേ PCOD പോലെയുള്ള സിവിയർ PCOD ഉള്ള ഒരു പേഷ്യൻറ്റിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ട്രീറ്റ് ചെയ്ത്. കാരണം അത് അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ആ ഓവറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുണ്ടാക്കുന്ന ഫെർട്ടിലൈസേഷൻ ടെസ്റ്റ് ട്യൂബ് കുട്ടികളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് PCOD-യിൽ പ്രഗ്നൻസി വരാനായിട്ടുള്ള പ്രഗ്നൻസി ആവാനായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഒരു ചോദ്യമാകുമ്പോൾ ചോദിച്ചു, ഡ്രഗ് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് മാറ്റുന്നത്? അതിൻ്റെ ഉത്തരം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇതാക്കാം. ഡ്രഗ് അഡിക്ഷൻ്റെ കാര്യത്തിൽ ഡ്രഗ് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ മാറ്റുന്ന കാര്യം ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. അതായത് അത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും അതിൻ്റെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അവർക്കും ഈ പേഷ്യൻറ്റിനും എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് പുറകെ. കാരണം ഈ ഡ്രഗ് അഡിക്ഷനിലുള്ള ആളുകൾക്ക് ആ സമയത്ത് ആ ഡ്രഗിൻ്റെ ഡോസ് എത്തിയില്ലെങ്കിൽ ബോഡിയിൽ അതിൻ്റേതായിട്ടുള്ള അവരുടെ പാൽപിറ്റ്, അതായത് അവരുടെ ഹാർട്ട് ബീറ്റ് കൂടും, BP കുറയും, അവരുടെ മെൻ്റൽ ആ ഒരു ഡിസോറിയൻറ്റേഷൻ അവർക്കത് വളരെ ഭയങ്കരമായിട്ടുള്ള ബോഡി എഫക്ട്സ് ആണ്. അപ്പോൾ അത് ഒരുപാട് സമയം എടുത്തിട്ട് മാത്രമേ ഡ്രഗ് അഡിക്ഷൻ അതിൽ നിന്നുള്ള ഇത് അതായത് ഡ്രഗ് അഡിക്ഷനിൽ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് കുറേ സമയം എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അത്. ഫുൾ കോപ്പറേഷൻ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റാണ് അത്. വളരെ ടൈം എടുത്ത് അത് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഒരു പരിധിക്കപ്പുറം ഡോസ് ഒന്നും നമുക്ക് കൊടുത്ത് അങ്ങനെ മരുന്നുകളൊന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്. ആൽക്കഹോൾ ആണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളാണ്. സ്മോക്കിംഗ് ആണെങ്കിലും ഡിഫിക്കൽട്ടാണ് എങ്കിലും സ്മോക്കിങ്ങിന് കുറച്ചും കൂടി സ്മോക്ക് ചെയ്യുന്ന പേഷ്യൻ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളാണ്. എനിക്ക് ഒത്തിരി തണുപ്പ് തണുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഐസൊക്കെ ഒത്തിരി തണുപ്പിനോട് ഇഷ്ടമാണ്. അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും അല്ലാതെ വേറെ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ഈ മോള് പറഞ്ഞ പോലെ ഐസ് കഴിക്കാനുള്ള ടെൻഡൻസി. ചിലർക്ക് മണ്ണ് ഇഷ്ടിക, നമ്മൾ കട്ട കാണില്ലേ, മണ്ണിന്റെ കട്ട, അതൊക്കെ കഴിക്കാനായിട്ടുള്ള അതിന് പൈക്ക എന്ന് പറയും. പൈക്ക നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി. പൈക്ക ഇങ്ങനത്തുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള ടെൻഡൻസി എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റമിൻസോ മിനറൽസോ ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും വൈറ്റമിൻ സപ്ലിമെൻ്റ് എടുക്കണം. വൈറ്റമിൻ സപ്ലിമെൻ്റ് എന്തെങ്കിലും എടുക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കാഷ്യൂനട്ട്, ബദാം, പിന്നെ പാല്, അങ്ങനത്തെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കണം. എന്തോ ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ് ആ മോൾ അങ്ങനെ പറഞ്ഞ പോലത്തെ ഒരു ടെൻഡൻസി ഉള്ളത്. ഓക്കെ, അപ്പം ഒരു 1 ഹവറോളമായി. അപ്പോൾ ഇത്രയും നേരം ഇവിടെ ഈ ഫ്ലോറിൽ ഇത്രയും ചൂടാണ്. നിങ്ങളുടെ ക്ലാസ് പോലും എല്ലാ ടീച്ചേഴ്സും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം ഇത്ര പേഷ്യൻ്റായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ഇരുന്ന കുട്ടികൾ, നിങ്ങളെല്ലാം വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾ ഒരിക്കലും ഒരു അഡിക്ഷനിലേക്ക് പോകരുത്. അപ്പോൾ ചിൽഡ്രൻസ് ഡേയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ പ്രിൻസിപ്പൽ, നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരോടും ഞാൻ എൻ്റെ താങ്ക്സ് പറയുന്നു. നിങ്ങളോട് എല്ലാവരോടും Thank you for your valuable words. A time to honor our chief guest. I invite Jaya ma'am to honor our chief guest and Trithya ma'am to receive our honor. Ma'am, please give a wonderful clap.